ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ. ഫീനിക്സ് ഗേൾ ഭാഗം 28 തുടരുന്നു. മൗനി നിറയുന്ന തന്റെ കണ്ണുകളെ തുടയ്ക്കാൻ ശ്രമിക്കാതെ മങ്ങുന്ന കാഴ്ചയോടെ കയ്യിലുള്ള ഫോട്ടോയിലേക്ക് നോക്കി. മിയ, അവൾ അവൾ എന്നെ ചതിക്കുകയാണ്. മനസ്സതിന്റെ എല്ലാ അതിരുകളെയും മറികടക്കാൻ തുടങ്ങി. ചിന്തകൾ പല വഴിക്ക് കടന്നു. എന്തിന് എന്തിന് മൗനി കരയാൻ വയ്യാതെ കണ്ണുകൾ അടച്ചു. അവളുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അവൾ അതിലേക്ക് നോക്കി. പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മനസ്സിലുണ്ടായ ചിന്തകൾ തന്റെ കൺട്രോളിൽ വരുത്തിക്കൊണ്ട് മിയയ്ക്കരികിലേക്ക് പോയി. ഇതേ സമയം മിയ തന്റെ റൂമിൽ. ഇല്ലടാ, അതെന്റെ കയ്യിലുണ്ടായിരുന്നു. നിനക്കറിയാലോ, അത് ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുള്ളതാണ്. പക്ഷേ ഓക്കെ, നീ ടെൻഷൻ ആക്കാതെ നോക്കാം. അറിയാലോ, എല്ലാം കലങ്ങി തെളിയുന്നത് വരെ മൗനി ഒന്നും അറിയരുത്. അറിഞ്ഞാൽ ഒരു പക്ഷേ. മറുവശത്തു നിന്നുള്ള വ്യക്തിയുടെ ശബ്ദം നെഞ്ചിരിപ്പോടെയായിരുന്നു മിയ കേട്ടത്. അറിയാം, അതാണ് എനിക്ക് പേടി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഫോൺ വെക്ക്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ചിലപ്പോൾ അത് ഇവിടെയൊക്കെ കാണും. ശരി. കോള് കട്ടയായതും മിയ വെപ്രാളത്തോടെ അവിടെ മുഴുവൻ തിരയാൻ തുടങ്ങി. അവൾ തന്റെ ബാഗുകൾ എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മൗനി കടന്നു വന്നത്. എന്തുപറ്റി? പാക്കിംഗ് കഴിഞ്ഞില്ലേ? പെട്ടെന്ന് പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് മിയ ഞെട്ടിത്തിരിഞ്ഞു. ആ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടതും വല്ലാത്തൊരു വെപ്രാളം അവളിൽ പൊതിഞ്ഞു. എന്തിരുന്നാലും പെട്ടെന്ന് തന്നെ പുഞ്ചിരിയുടെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ പാക്ക് ചെയ്യുകയാണ്. അവളോട് പറഞ്ഞിട്ട് മിയ പിന്നെയും എന്തോ തിരയുന്നത് കണ്ട് മൗനി ചോദിച്ചു, എന്തുപറ്റി? എന്തെങ്കിലും മിസ്സായോ? കാര്യമായിട്ട് തിരക്കുന്നുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. മൗനിയുടെ ചോദ്യം കേട്ട് ഞെട്ടലോട് മിയ മറുപടി നൽകി. അതോടൊപ്പം തന്റെ ടെൻഷൻ കൊണ്ട് വിറയ്ക്കുന്ന മുഖം മൗനിയിൽ നിന്ന് മറയ്ക്കാനും അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. മൗനി അവളുടെ പ്രവൃത്തിയെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ഉള്ളിൽ പുകയുന്ന തീയോടെ കൂടി തന്നെ. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ മിയ കണ്ടിരുന്നു തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവള്. അത് കണ്ടതും പതർച്ചയോടെ മിയ ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? അവളുടെ ചോദ്യം കേട്ട് മൗനി അവൾക്ക് അരികിലേക്ക് വന്നു ചോദിച്ചു, ഞാൻ നിനക്ക് ആരാ മൗനി? അതെന്താ മൗനി ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം? മിയ പതർച്ചയോടെ മറുപടി നൽകി. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. നീ കാര്യം പറ മൗനി. ഓക്കെ, പറയാം. മിയ, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അവളുടെ ചോദ്യം പെട്ടെന്ന് മിയയെ ഞെട്ടലും ഒപ്പം ഭയവും നിറച്ചു. പക്ഷെ ഇത്തവണ എന്നത്തെ പോലെ അത് മൗനിയിൽ നിന്ന് മറയ്ക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും പതർച്ചയോടെ അവൾ പറഞ്ഞു, ഒന്നുമില്ലല്ലോ. ഇല്ലേ? അപ്പോൾ ഇതെന്താ? ഇതിന്റെ അർത്ഥം എന്താണ് മിയ? കയ്യിലിരിക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട് തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ടും തീ പാറുന്ന വാക്കുകൾ കൊണ്ടും മൗനി മിയയെ ചോദ്യം ചെയ്തു. ആ ചിത്രം കണ്ടതും മിയയ്ക്ക് മനസ്സിലായി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന്. മിണ്ടാതെ നിൽക്കുന്ന മിയയ്ക്കരികിൽ വന്ന് മൗനി തുടർന്നു, പിന്നെ നിനക്ക് കൃഷിനെ എങ്ങനെ അറിയാം? ഈ ഫോട്ടോയിൽ നിനക്കൊപ്പം നിൽക്കുന്നത് അവനല്ലേ? അല്ലേന്ന് മൗനി രൂക്ഷമായി ചോദിച്ചു. മിയ അപ്പോഴും ഒന്നും പറയാതെ മൗനിയെ നോക്കി നിന്നു. അവളെ നോക്കിക്കൊണ്ട് ഇടർച്ചയോടെ ആ ഫോട്ടോയിൽ അവൾക്കൊപ്പം നിൽക്കുന്ന മറ്റു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിറയലോടെ മൗനി ചോദിച്ചു, ഇതെന്റെ കിച്ചു അല്ലേ? മൗനിയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ മിയ കണ്ണുകൾ മുറുക്കി അടച്ചു. മൗനി പക്ഷെ അവൾക്കരികിൽ നിന്ന് അവളെ ഉലച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ? ആർക്ക് വേണ്ടിയാ? മൗനിയുടെ വാക്കുകളിൽ തളർന്നുപോയ മിയ അതേ നിമിഷം മറുപടി നൽകി, നിന്റെ കിച്ചുവിന് വേണ്ടി, ഞങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. എന്താ എന്താ അപ്പോൾ നിങ്ങൾ? മൗനി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. നിന്റെ കിച്ചു എന്റെയും കൃഷിനെ കണ്ണനാണ്, ഞങ്ങളുടെ കൂട്ടുകാരൻ. മിയയുടെ വാക്കുകൾ മൗനിയിൽ വേദന നിറച്ചു. ഇത്രയും കാലം അവൾ എല്ലാം തന്നിൽ നിന്നും മറച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ആ വേദനയേക്കാൾ കിച്ചുവിനെ കുറിച്ച്